ലഘുയന്ത്രങ്ങളിൽ ഒരു വിഭാഗമാണല്ലോ ഉത്തോലകം. ഉത്തോലകങ്ങളിൽ ഏറ്റവും കൂടിയ യാന്ത്രിക ലാഭം ലഭിക്കുന്നത് എപ്പോഴാണ്? ഇത് കണ്ടെത്താനുള്ള പരീക്ഷണമാണ് അവതരിപ്പിക്കുന്നത്. ഇത് ഉത്തോലകങ്ങളിൽപ്പെടുന്ന സീസോയുടെ ഒരു മാതൃകയാണ്. ഒരു ഉത്തോലകത്തിന് 3 ഭാഗങ്ങൾ ഉണ്ടാകും. ഉത്തോലകം സ്വതന്ത്രമായി ചലിക്കുന്ന ഒരു ബിന്ദു. ആ ബിന്ദുവിനെ ധാരം അല്ലെങ്കിൽ ഫൾക്രം എന്ന് പറയുന്നു. ഇവിടെ ഈ പോയിന്റാണ് ഇതിന്റെ ധാരം അഥവാ ഫൾക്രം. അതിനെ ആസ്പദമാക്കിയാണ് ഉത്തോലകം ചലിക്കുക. രണ്ടാമത്തെ ഭാഗം ഉത്തോലകത്തിൽ ജോലി ചെയ്യാൻ വേണ്ടി നാം ബലം പ്രയോഗിക്കുന്ന ഭാഗമാണ്. ആ ഭാഗം തൽക്കാലം ഈ ഉത്തോലകത്തിൽ ഇവിടെയായി സങ്കല്പിച്ചിരിക്കുന്നു. ഈ ഭാഗത്തെ നമുക്ക് യത്നം അല്ലെങ്കിൽ ഇഫർട്ട് എന്ന് പറയാം. മൂന്നാമത്തെ ഭാഗം യത്നത്തിൽ നാം പ്രയോഗിക്കുന്ന ബലത്തിന്റെ ഫലം അനുഭവപ്പെടുന്ന ഭാഗമാണ്. അഥവാ യത്നം ഉപയോഗിച്ച് ചെയ്യുന്ന ജോലി അനുഭവപ്പെടുന്ന ഭാഗമാണ്. ആ ഭാഗത്തിന് രോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയും. ഇവിടെ ഒരു സീസോയുടെ മാതൃകയിൽ സജ്ജീകരിച്ച ഈ ഉത്തോലകത്തിൽ 2 ഭാഗത്തും ഭാരക്കട്ടികൾ തൂക്കിയിട്ടിട്ടുണ്ട്. 250 ഗ്രാം വീതം തൂക്കക്കട്ടികളാണ് 2 ഭാഗത്തുമുള്ളത്. ഇത് ബാലൻസ് ചെയ്ത് നിൽക്കുന്നു. എന്താണ് അതിന്റെ കാരണം? 2 ഭാഗത്തുമുള്ള തൂക്കക്കട്ടികൾ 250 ഗ്രാം വീതമാണ്. അവ തുല്യമാണ്. അതോടൊപ്പം ധാരത്തിൽ നിന്ന് യത്നത്തിലേക്കുള്ള ദൂരവും ധാരത്തിൽ നിന്ന് രോധത്തിലേക്കുള്ള ദൂരവും ഇതിൽ തുല്യമാണ്. അഥവാ യത്നഭുജവും രോധഭുജവും തുല്യമാണ്. ഈ ഒരു അവസ്ഥയിൽ അത് ബാലൻസ് ചെയ്ത് നിൽക്കുന്നു. ഇവിടെ 250 ഗ്രാം തൂക്കക്കട്ടികളെ ഉയർത്താൻ ഇവിടെ 250 ഗ്രാം യത്നം തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. കാരണം രോധഭുജവും യത്നഭുജവും തുല്യമാണ്. ഇനി നമുക്ക് യത്നഭുജത്തിന്റെ നീളം കൂട്ടാം. ഞാൻ ഇത് ഒരു പോയിന്റ് ഇപ്പുറത്തേക്ക് മാറ്റുകയാണ്. നോക്കൂ, യത്നഭുജത്തിന്റെ നീളം കൂട്ടിയപ്പോൾ ഈ ഭാഗം ഒരുപാട് ഉയർന്നു പൊങ്ങി. എങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഒരു തൂക്കക്കട്ടി ഒഴിവാക്കാം. നോക്കൂ, ഇപ്പോഴും ഈ ഭാഗം ഉയർന്നു നിൽക്കുന്നു. ഇവിടെ 250 ഗ്രാം തൂക്കക്കട്ടികളെ ഉയർത്താൻ ഇപ്പോൾ നാം ഉപയോഗിക്കുന്നത് 200 ഗ്രാം തൂക്കക്കട്ടികളാണ്. എങ്കിൽ നമുക്ക് യത്നഭുജത്തിന്റെ നീളം ഒന്നുകൂടി കൂട്ടി നോക്കാം. ഇപ്പോൾ ഈ രോധത്തെ ഉയർത്താൻ ഇത്രയും തൂക്കക്കട്ടികൾ ആവശ്യമുണ്ടോ? നമുക്ക് നോക്കാം. ഒരു തൂക്കക്കട്ടി കുറച്ചു. ഇപ്പോൾ അവിടെയുള്ളത് 150 ഗ്രാം ആണ്. എന്നിട്ടും രോധം ഉയർന്നു നിൽക്കുന്നു. എങ്കിൽ നമുക്ക് യത്നഭുജത്തിന്റെ നീളം വീണ്ടും കൂട്ടാം. ഭാരം കുറച്ചു നോക്കാം. നോക്കൂ, ഇവിടെ 250 ഗ്രാം തൂക്കക്കട്ടികളെ ഉയർത്തുന്നത് 100 ഗ്രാം തൂക്കക്കട്ടികളാണ്. നമുക്ക് യത്നഭുജത്തിന്റെ നീളം ഒന്നുകൂടി കൂട്ടാം. ഇനി തൂക്കക്കട്ടികൾ ഇത്രയും ആവശ്യമുണ്ടോ? ഇല്ല. ഇപ്പോൾ ഇവിടെ 50 ഗ്രാം തൂക്കക്കട്ടി മാത്രമാണുള്ളത്. 250 ഗ്രാം തൂക്കക്കട്ടികളെ ഉയർത്തുന്നത് 50 ഗ്രാം തൂക്കക്കട്ടി ഉപയോഗിച്ചാണ്. ഇതാണ് പണ്ട് ആർക്കിമിഡിസ് പറഞ്ഞ പ്രസിദ്ധമായ ആ വാക്യത്തിന്റെ പൊരുൾ. നിൽക്കാൻ ഒരിടവും ഒരു പാറക്കോലും തന്നാൽ ഞാൻ ഈ ഭൂമിയെ തന്നെ ഉയർത്തി മാറ്റാം. ഇവിടെ 250 ഗ്രാം ഭാരത്തെ 50 ഗ്രാം ഭാരം കൊണ്ട് ഉയർത്താൻ സാധിച്ചത് ആർക്കിമിഡിസ് അവതരിപ്പിച്ച ആ ഉത്തോലക തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ്. യത്നഭുജത്തിന്റെ നീളം കൂടുന്നതിനനുസരിച്ച് നമുക്ക് വളരെ കുറഞ്ഞ യത്നമേ ആവശ്യമായി വരൂ. വലിയ വലിയ ജോലികൾ ചെയ്യാൻ നമുക്ക് ഈ സംവിധാനത്തിലൂടെ സാധിക്കും. ഒരു ഉത്തോലകത്തിന്റെ യത്നഭുജം കൂടുന്നതിനനുസരിച്ച് എത്രത്തോളം യാന്ത്രിക ലാഭം ഉണ്ടാകുമെന്ന് നമുക്ക് ഒരു സൂത്രവാക്യത്തിലൂടെ മനസ്സിലാക്കാം. യത്നം ഇൻറ്റു യത്നഭുജം ഇസ് ഈക്വൽ ടു രോധം ഇൻറ്റു രോധഭുജം. അതായത് യത്നത്തെ, ഇവിടെ 50 ഗ്രാം ആണ്, യത്നത്തെ യത്നഭുജം കൊണ്ടും ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യ രോധത്തെ രോധഭുജം കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യയായിരിക്കും. ഈ ഇക്വേഷൻ അഥവാ ഈ സൂത്രവാക്യം നിർദ്ധാരണം ചെയ്താൽ നമുക്ക് ഉത്തോലകത്തിന്റെ യത്നഭുജത്തിന്റെ നീളത്തിനനുസരിച്ച് എത്രമാത്രം യാന്ത്രിക ലാഭം ഉണ്ടാകുമെന്ന് കണ്ടെത്താൻ കഴിയും. ജോലി വളരെയേറെ എളുപ്പമാക്കുന്ന ലഘുയന്ത്രങ്ങളിൽ പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമാണ് ഉത്തോലകങ്ങൾ.